പടം മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ കുറച്ചാൾക്ക് ശേഷം ഒരു പടം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പറയാം പടം പൊളിച്ചു. ലാലേട്ടൻ ആസ് എ സ്റ്റാർ അല്ല, ലാലേട്ടൻ ആസ് എ ആക്ടറാണ് ജിത്തു ജോസഫ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ജിത്തു ജോസഫ് ആൻഡ് താങ്ക് യു ഫോർ ജിത്തു ജോസഫ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സിദ്ദീഖും അനശ്വരി രണ്ടുപേരുടെ പെർഫോമൻസ്, എല്ലാവരും പെർഫോമൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഡെപ്ത് ഫീൽ ചെയ്തു. അനശ്വരി അടിപൊളിയായിട്ടുണ്ട്. സിദ്ദീഖ് ഒരു നെഗറ്റീവുള്ള ക്യാരക്ടറാണ്. നമുക്ക് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഇവരുടെ ഒരെണ്ണം പൊട്ടിക്കണം എന്ന് നമുക്കൊരു ഫീൽ വരുത്തും. അത് അയാളുടെ ആക്ടിങ് അടിപൊളിയാണ്. പിന്നെ ഒരു കോട്ടൂൺ ഡ്രാമയാണ്. ദൃശ്യം പോലെ മാരക ടെസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തോന്നും. പക്ഷേ അത് ജിത്തു ജോസഫിൻ്റെ മേക്കിങ്ങിൽ അവിടെയാണ് ആൻസർ കൊടുക്കുന്നത്. കാരണം പുള്ളി ഭയങ്കര എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി. എന്താ പറയുക, BGMs ഒക്കെ നൈസായിരുന്നു. എന്തായാലും ആസ് എ ലാലേട്ടൻ ഫാൻ ഐ എം വെരി ഹാപ്പി. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ ആയിരിക്കും ഇത്. മലയാളം മൂവി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന മൂവി ആയിരിക്കും ഇത്. താങ്ക് യു ജിത്തു ജോസഫ്. പടം കിടിലം പടം. ലാലേട്ടൻ്റെ തിരിച്ചുവരവാണ്. ലാലേട്ടൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. മലൈക്കോട്ടെ വാല്യം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല. കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ. 4 വർഷത്തിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങുന്നത്. അതും ലാലേട്ടൻ ഒരു റിയാക്ഷൻസ് കൊടുത്തേക്കാണെങ്കിലും ഡയലോഗ് ഡെലിവറി, വോയിസ് മോഡുലേഷൻ ഒക്കെ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അത് ജിത്തു ജോസഫ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ത്രില്ലറും സസ്പെൻസുള്ള ഇതൊന്നും അല്ലായിരുന്നു. അത് അതേപോലെ തന്നെയാണ്, സസ്പെൻസുള്ള സിനിമയല്ല. പക്ഷേ വാദിക്കുന്ന സീൻസിലൊക്കെ അത് ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ എക്സൈറ്റ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ. പിന്നെ കോടതി സീൻസൊക്കെ റിപ്പീറ്റായി വരുമ്പോഴാണെങ്കിലും നമുക്ക് ലാഗ് കാര്യങ്ങളൊന്നും തോന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. തുടക്കം തന്നെ ഒരു ഇൻസിഡൻറ്റ് കാണിച്ച് അത് എൻഗേജ് ചെയ്യുന്ന കോർട്ട് റൂം ഡ്രാമയായിട്ട് വരുമ്പോഴത്തേക്കും ഫുള്ളി എൻഗേജ്ഡാണ്. അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് നന്നായി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയാമണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് നല്ല റോളാർത്. മൊത്തത്തിൽ ലാലേട്ടൻ തകർത്തിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. ഇനി 2024 ലാലേട്ടൻ്റെ വർഷമാണ്. ലാലേട്ടൻ്റെ ശക്തമായ പടങ്ങളും കാണാം. ഇത് വലിയൊരു തിരിച്ചുവരവുള്ളത് മലൈക്കോട്ടെ വാലിബലാണ്. ഇത് കിട്ടിയില്ലം പടമാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയും അതേപോലെ തന്നെ ഇതിനകത്ത് ഡയലോഗ്സ് കാര്യങ്ങൾ, ലാലേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി എടുത്ത് പറയേണ്ടതായിട്ടുള്ള കുറേ സീനുകളുണ്ട്. പക്ഷെ സ്പോയിലർ ആയതുകൊണ്ട് അതൊന്നും പറയണില്ല. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അത്രക്കും കിടിലനായിട്ടാണ് ജിത്തു ജോസഫ് ഇത് എടുത്തു വെച്ചേക്കണം. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടനെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു റോള് കണ്ടേക്കുന്നത്. ഇതേപോലെ വേണം. ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സൊക്കെ ഡേറ്റ് കൊടുത്ത് വരുന്നുണ്ടല്ലോ ലാലേട്ടൻ. കിടിലം പടം. ലാലേട്ടൻ തിരിച്ചു വന്നതിൽ സന്തോഷിക്കുന്നു. പടം നല്ല കിടിലം പടം. അതായത് മോഹൻലാലിൻ്റെ ഒരു തിരിച്ചു വരുമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മോഹൻലാൽ എങ്ങനെ പടത്തിൽ അഭിനയിച്ചോ അതേപോലെ തന്നെ കസറ് നിൽക്കുകയാണ് സിദ്ദിഖ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാൻ പിന്നെ ഇതിൽ BGM ഇടയ്ക്കിടയ്ക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു മോഹൻലാലിൻ്റെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ്സൊക്കെ മറ്റേ മാരാറിൻ്റെ ടച്ച് കൊണ്ടുവരാൻ നോക്കി. പക്ഷേ എനിക്കത് കണക്റ്റ് ആയിട്ടില്ല. എന്തായാലും പടം അതുകൊണ്ടൊന്നുമില്ല. പടം നല്ല കിടിലം പടം. ഇല്ല, ട്വിസ്റ്റ് സസ്പെൻസ് അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതായത് ദൃശ്യം മോഡൽ അങ്ങനത്തെ ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഇതിൽ വന്നില്ല. ഇതിൽ ഒരു കോടതിയിലൊരു സംഭവം നടക്കണം. ആ സംഭവം നല്ല ഡീസൻ്റ് ആയിട്ട് കാട്ടിയിട്ടുണ്ട്. എനിക്കങ്ങനെ പടം തകർത്തുള്ളൂ. വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണണം പടം. കോർട്ട് റൂമൊക്കെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടാലേ ഉള്ളൂ അതിൽ കറക്റ്റായിട്ട് പിടികിട്ടുള്ളൂ. ലാലേട്ടൻ തകർത്തു ഗംഭീരമായി. ജിത്തു ജോസഫിൻ്റെ അടുത്ത ദൃശ്യം തകർത്തു വാരി, ഒന്നും പറയാനില്ല. ഞങ്ങൾ പിള്ളേർ കൂടെ ഉണ്ട്. ഓക്കെ, ലാലേട്ടൻ പെർഫോമൻസ് തകർത്തു വാരി. തിരിച്ചുവരവ്, വമ്പൻ തിരിച്ചുവരവ്, ഇതൊന്നും പറയാനില്ല. പുള്ളിയുടെ പെർഫോമൻസ് വീണ്ടും തെളിച്ച് കണ്ടു 3-4 പടത്തിന് ശേഷം. സൂപ്പറായിട്ടുണ്ട് പടം. കണ്ടോ എല്ലാവരും? പടം അടിപൊളി. ജിത്തു ജോസഫ് ഇപ്പോഴും നമ്മുടെ മോഹൻലാൽ എങ്ങും പോയിട്ടില്ല. പഴയ മോഹൻലാലും പുതിയ മോഹൻലാലും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ശരിക്കും ജിത്തു ജോസഫ് ശരിക്കും കൺഫ്യൂസ്ഡ്. എന്താ സമ്മാനം, ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുന്നതാണ് ജിത്തു ജോസഫിൻ്റെ ഒരു ഇത് കണ്ടിട്ട്. സ്ക്രിപ്റ്റൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ്. ക്ലൈമാക്സ് ഒക്കെ ഗൂസ് ബംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഗൂസ് ബംസ് ഉണ്ട് പടം. പടം ഗംഭീരമായിരുന്നു. പടം മോഹൻലാലിൻ്റെ വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളുടെ പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു കയറുന്ന ഒരു സിനിമയാണ്. പിന്നെ ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ നമുക്കറിയാം. അവരവരുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നു എന്ന് വേണം പറയാൻ. അനശ്വര രാജൻ്റെ വളരെ മികച്ചൊരു പെർഫോമൻസാണ് ഈ സിനിമയിൽ കണ്ടിരിക്കുന്നത്. വളരെയധികം മനസ്സറിഞ്ഞ് കണ്ട സിനിമയാണ് ഇത്. മോഹൻലാൽ ഫാൻ അങ്ങനെ ഒരു രീതിയിലല്ല, വളരെ മികച്ച ഒരു മലയാള സിനിമ എന്ന രീതിയിലാണ് നേരിനെ ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത്. വളരെ നല്ല സിനിമയാണ്. അനശ്വര നന്നായിട്ടുണ്ട്. സിദ്ദിഖ് വീണ്ടും നിൽക്കുമ്പോൾ കിട്ടിയത് ഈ കോംബോ നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തന്നെയായിരുന്നു. ദൃശ്യം പോലെയല്ല, അങ്ങനെ സസ്പെൻസ് അല്ല, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്.